ഞാൻ ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോയി മോനെയും കൊണ്ട്. ഇന്നലെ വയ്യായിരുന്നു അവന്. അപ്പോൾ അവന് ഭയങ്കര പനിയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ആവിയൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ സമാധാനപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് കുറവുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. ആവിയൊക്കെ പിടിച്ചല്ലേ. അങ്ങനെ അപ്പോൾ ഇഞ്ചിയൊക്കെ തിളപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്തു. തൊണ്ടയ്ക്ക് വേദനയായിരുന്നു മെയിന്. അപ്പോൾ കൊടുത്തു. എന്നിട്ട് ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നപ്പോൾ ഇവൻ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു 10-11 മണിയായി, 11:30 എങ്ങാണ്ടായി. അപ്പോൾ ഇവൻ വന്ന് എൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് ആശുപത്രിയിൽ പോകണം, ഞാൻ ആശുപത്രിയിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞു ശരി മോനെ, ഇപ്പം കൂടുതലും ഹോസ്പിറ്റലിൽ പോകണം ആ കൂട്ടുകാരാരെല്ലാം കൂട്ടിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ ശരി മോനെ എന്ന് പറഞ്ഞു. ഒരുങ്ങിക്കഴിഞ്ഞപ്പം വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയുന്നത് കേട്ടു, എടാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ തനിച്ചാണ് പോകണം. ഇപ്പം അന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, കൂടെ ആരും ഇല്ലാതെ ചെയ്യത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചൊരുങ്ങി റെഡിയായി. ഞാനും മോനോടെ ഹോസ്പിറ്റലിൽ ചെന്നു. ഫോണ് മാത്രമേ കയ്യിലുള്ളൂ. ഫോണിലാണല്ലോ പൈസ കിടക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ഞാൻ പറയുവാണേ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചീട്ടെടുത്തു. ചീട്ട് നമ്മൾ എഴുതിക്കണമല്ലോ. ചീട്ട് എഴുതിച്ച് ചീട്ട് മുടിയെല്ലാം കണ്ടോ ഇങ്ങനായി, കുന്തം. ചീട്ട് എടുത്തിട്ട് പൈസ കൊടുത്തപ്പം ഫോണിലാണ് പൈസ കിടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ എവിടെയാണ് ഇതിൻ്റെ സ്കാനർ ഇരിക്കുന്നത്, എനിക്ക് ഫോണിൽ പൈസ കിടക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു 15 രൂപ പൊക്കം കാശ് തരണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇപ്പോഴാണ് നമ്മുടെ കയ്യിലെങ്ങാണ് 1 രൂപ കാശ് നമ്മൾ കൊണ്ട് നടക്കുമോ? നമ്മളെല്ലാം ഫോണിനകത്തല്ലേ സേഫായിട്ട് വെച്ചേക്കുന്നേ, ഇല്ലയോ? ഈ ബസ്സിനകത്ത് കയറുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മാത്രമേ ഇപ്പോൾ പൈസ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ, കയ്യിൽ പൈസ വേണ്ടി വരുന്നുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാം ഫോണൊന്നിങ്ങനെ കാണിച്ചാൽ മതി, എളുപ്പം നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. ഫോണിൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നമുക്ക് അവിടെ വെച്ചേക്കാം, ഇല്ലേ? പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു സാറിൻ്റെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ അതിലോട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇയാൾ എന്തോ ആടോ പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ അക്കൗണ്ടിലാണോ തരുന്നത്, ഇയാൾ എവിടുത്തെ കാര്യമാണോ? ഞാൻ പറഞ്ഞാൽ അടുക്കാരിയാണെങ്കിലും വിവരമില്ലയോ? ഞാൻ പറഞ്ഞു എനിക്ക് അത് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞു. സാറേ ഫോൺ നമ്പർ ഒന്ന് താ, എനിക്ക് കുഞ്ഞിനെ ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞു. ചുരുക്കി പറയാനാ, വയ്യാത്ത മോൻ പിന്നെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നു 10-25 രൂപ അവൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അവരിങ്ങോട്ട് തന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴാണ് അവിടെ ഇരുന്നവരൊന്നും ഒതുങ്ങിയത്. അവർക്ക് അവിടെ ഈ ഫോണിൽ നിന്ന് പൈസ എടുക്കുന്ന ആ സംഭവം അവിടെയും കൂടെ ഒന്ന് വെച്ചാൽ പോരായോ? എല്ലായിടും ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കടയിൽ കയറിയാലും ഒരു എന്ത് സാധനം മേടിക്കാൻ പോയാലും ഇപ്പോൾ അയൽവക്കത്ത് ഇപ്പോൾ 10 പൈസ കൊടുക്കണമെങ്കിലും നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് പൈസ കേട്ടോ, അല്ലെ അവരിങ്ങോട്ട് വിളിച്ച് പറയും കാന്താരി നിൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇത്ര രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിനക്ക് തരാനുള്ള പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ചോദിച്ച പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഫോണിലല്ലേ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിക്കാർക്കും ബസ്സുകാർക്കും കൂടെ എന്താ അതങ്ങ് ചെയ്താൽ ചുമ്മാ അത് ഫോണും കൊണ്ട് നടക്കണം, അതിൻ്റെ പുറത്ത് പിന്നെ ഒരു പേഴ്സും കൊണ്ട് നടക്കണം. പേഴ്സിനകത്ത് ചില്ലറയും നോട്ടും അങ്ങനെയും കൊണ്ട് നടക്കണം. ഫോണിനകത്തും കുറേ പൈസ കൊണ്ട് നടക്കണം. ഒന്നീ ഫോണിൻ്റെ നിർത്തണം, അല്ലെങ്കിൽ പേഴ്സിൻ്റെ നിർത്തണം, ഇതിലേതിലും ഒന്നും നിർത്തണം, ഇല്ലയോ? ഇത് ചുമന്നുകൊണ്ട് നടക്കുന്ന നമുക്ക് പാടൊട്ടുമല്ലേ? ആണുങ്ങളായാൽ പോലും അവർ ഇവിടുത്തെ സംഭവം പേഴ്സല്ലല്ലോ, പോക്കറ്റ്, അതിനകത്ത് വെച്ചുകൊണ്ട് നടക്കണം. ഫോണും പൈസയും കൂടെ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അവരുടെ പോക്കറ്റിൽ നമ്മുടെ പേഴ്സിനകത്തും പേഴ്സിനേക്കാൾ വലിയൊരു ഫോണാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. പെട്ടുപോയി. എല്ലാ ആശുപത്രിക്കാരും ഫോണിൽ നിന്നൂടെ പൈസ എടുക്കുന്ന ആ ഒരു സംഭവം അവിടെ ഒട്ടിച്ച് വെച്ചേക്കണം, ഇല്ലയോ? നമുക്ക് ഓടിച്ചെന്ന് അങ്ങോട്ട് കൊടുക്കാമല്ലോ. ആ ഭിത്തിക്ക് പറഞ്ഞ് ഒട്ടിച്ചാൽ പോരെ. എൻ്റെ ഒരു സങ്കടം പറഞ്ഞു ഞാൻ അനുഭവിച്ചത്.